നമുക്ക് വേണ്ട മെയിൻ സാധനമാണ് ഈ കോവയ്ക്ക. ഇത്രയും കോവയ്ക്കയാണ് ഞങ്ങൾ ഉപ്പിലിടാൻ പോണത്. ഇനി നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണേ. നമുക്കത് മുറ്റത്തുനിന്ന് തന്നെ പിച്ചാം. ഇനി വേണ്ടത് കാന്താരി മുളകാണേ. ഇത്ര മതിയാവും. ആദ്യം നമുക്ക് ഈ കഴുകിയെടുത്ത കോവയ്ക്ക തുടച്ച് അതിൻ്റെ ഈർപ്പം മാറ്റിയെടുക്കാമേ. ആദ്യം നമുക്ക് ഈ കോവയ്ക്കയുടെ തലയും അറ്റവും കളഞ്ഞെടുക്കാം. മാങ്ങ കൊച്ചു കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ കാന്താരി മുളകിൻ്റെ തലപ്പ് കളഞ്ഞെടുക്കാം. ഇത് മൂന്നും കൂടാതെ നമുക്ക് ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഉപ്പ്, പഞ്ചസാര, വിനാഗിരി, കായപ്പൊടി, പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം. ഉപ്പിലിടുന്നതിന് എപ്പോഴും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതുപോലത്തെ ചില്ല് കുപ്പികളാണ് കേട്ടോ. കുപ്പികളിലേക്ക് ലെയറായിട്ടാണ് നമുക്ക് ഐറ്റംസ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് കോവയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി കാന്താരി മുളക്. നല്ല എരിവുള്ള കാന്താരിയാണ്, അതുകൊണ്ട് കുറച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഉപ്പ്. ഇനി നമുക്ക് കായപ്പൊടി ഇടാമേ. കട്ടക്കായ ആയാലും പൊടിക്കായ ആയാലും കുഴപ്പമില്ല, കുറച്ച് മതി. ഇനി വേണ്ടത് വിനാഗിരിയാണ്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇനി നമുക്കിത് അടച്ചു വെക്കേ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കുലുക്കി കൊടുക്കാം, എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാനായിട്ട്. ഇനി നമുക്കിത് 4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കേ. അപ്പോഴായിരിക്കും ഇത് കഴിക്കാനായിട്ട് പാകമാവുന്നത്. 4 ദിവസമായിട്ടുണ്ടേ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം.